നമ്മുടെ അടുത്ത സെഗ്മെൻറ്റാണ് വിജയവീതി. ധാരാളം കലാകാരന്മാരുള്ള ഈ കനേഡിയൻ മണ്ണിൽ ഡാൻസിലും മ്യൂസിക്കിലും പ്രാഗൽഭ്യം തെളിയിച്ചൊരു വ്യക്തിയുണ്ട്, ശ്രീമതി ഗായത്രി വിജയകുമാർ. ഡാൻസും പാട്ടും ഒക്കെ കളിക്കുക എന്ന് പറയുന്നത് ഒരു ഇൻബോൺ ടാലൻറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു 10 കാലമായി മലയാളികൾക്കായിട്ട് ഒത്തിരിയധികം പരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുകയും കൂടാതെ നമ്മുടെ കുട്ടികൾക്കായിട്ട് ഡാൻസ് മ്യൂസിക് ക്ലാസ്സസ് എടുത്തു വരികയും ചെയ്യുന്നു ശ്രീമതി ഗായത്രി വിജയകുമാർ. നമ്മുടെ മലയാളി കുട്ടികളുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഗായത്രി ടീച്ചറുടെ വിശേഷങ്ങളാവട്ടെ വിജയവീതിയിലൂടെ നമുക്കായി. വളരെ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം 3 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ നൃത്തത്തിലേക്ക് വരാൻ ഇടയായത്. നൃത്തവും സംഗീതവും രണ്ടും. അപ്പോൾ തിരഞ്ഞെടുത്തതെന്ന് വെച്ചാൽ വീട്ടിൽ എൻ്റെ സംഗീതപരമായിട്ടും നൃത്തപരമായിട്ടും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നൊരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അച്ഛനോ അമ്മയോ ഒന്നും പാരമ്പര്യമായിട്ട് ശാസ്ത്രീയമായിട്ടോ സംഗീതജ്ഞരല്ലെങ്കിലും വളരെയധികം നോളജബിൾ ആയിരുന്നു ശാസ്ത്രീയ സംഗീതത്തിൽ. എൻ്റെ പാരമ്പര്യമായിട്ടുള്ള മുത്തശ്ശനും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാനിത് അഭ്യസിക്കാൻ ഇടയായത്. ആ സമയത്ത് 3 വയസ്സിൽ എൻ്റെ ഗുരു കലാമണ്ഡലം ശ്രീമതി സരോജിനി ആയിരുന്നു എൻ്റെ ഗുരു. ടീച്ചറുടെ അടുത്ത് ഏകദേശം ഞാൻ 10 വർഷക്കാലത്തോളം പഠിക്കുകയുണ്ടായി. 10-12 വർഷത്തോളം ഞാൻ പഠിച്ചു. അത് കഴിഞ്ഞ് കുച്ചിപ്പുടി കുറച്ച് അധികം പഠിക്കാൻ വേണ്ടിയിട്ട് കലാമണ്ഡലം ചന്ദ്രികയുടെ അടുത്താണ് പിന്നെ ഞാൻ പോയത്. രണ്ടുപേരുടെ അടുത്തുമായിട്ടാണ് എൻ്റെ നൃത്തം ഞാൻ കലാമണ്ഡലം ചന്ദ്രിക, കലാമണ്ഡലം സരസ്വതി, ഇവർ രണ്ടുപേരുടെ അടുത്താണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നത്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാൻ സംഗീതം തുടങ്ങിയത് ശ്രീ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഒരു ശിഷ്യനായിരുന്ന കുഞ്ഞിരാമൻ നായർ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ അടുത്താണ്. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചപ്പോൾ പിന്നെ മകൻ്റെ അടുത്തായി പരിശീലനം. അത് കഴിഞ്ഞ് മുതിർന്നപ്പോൾ ഡോക്ടർ മാലിനി ഹരിഹരൻ കൊച്ചി. പിന്നെ അത് കഴിഞ്ഞതിൽ പ്രധാന വഴിത്തിരിവായത് മധുസൂദന മേനോൻ, MR മധുസൂദന മേനോൻ എന്ന് പറഞ്ഞിട്ട് എടപ്പള്ളിയിലുണ്ടായിരുന്ന ഒരു ഗുരുവിൻ്റെ അടുത്താണ് ഞാൻ വളരെയധികം പഠിച്ചത്. പിന്നെ കാനഡയിൽ വന്ന ശേഷം ശ്രീമതി രാജീവ് ഗോപാലകൃഷ്ണൻ്റെ അടുത്ത് ഒരു 4-5 കൊല്ലം പഠിക്കുകയുണ്ടായി. അതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഉപരിപഠനം എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത സംഗീതജ്ഞനായ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോൻ്റെ കീഴിലാണ്. അത് വളരെ അഭിമാനത്തോടുകൂടി ഇപ്പോൾ എനിക്ക് പറയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലെ ശിഷ്യയായിട്ട് ഞാനിപ്പോൾ ഉപരിപഠനം നടത്തുകയാണ്. ഞാൻ എൻ്റെ നോബുര സ്കൂൾ ഓഫ് മ്യൂസിക് ഡാൻസ് എന്നുള്ള വിദ്യാലയം ആരംഭിച്ചത് 2005-ലാണ്. പിന്നെ ഞാനത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരിക്കലും അതൊരു വിപുലമായിട്ടുള്ളൊരു വിദ്യാഭ്യാസ സ്ഥാപനം ആർട്ട് സ്കൂളായിട്ട് മാറുന്ന ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. പിന്നെ അത് 1-2 കുട്ടികളായി തുടങ്ങി അത് വിപുലമായി ഓരോ ശാഖകളായി സ്കാർബ്രോ, മിസിസാഗ, ബ്രാംപ്റ്റൺ, കേംബ്രിഡ്ജ്, ലണ്ടൻ, ഇത്രയും സ്ഥലത്ത് നോബുരയുടെ ശാഖകളുണ്ട്. കർണാട്ടിക് മ്യൂസിക്കും ക്ലാസിക്കൽ ഡാൻസുമാണ് അവിടെ മെയിനായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, ഫ്യൂഷൻ, അതേപോലെ കർണാട്ടിക് മ്യൂസിക്. 2-3 ടീച്ചേഴ്സും ഇപ്പോൾ അവിടെ നോബുരയിൽ പഠിപ്പിക്കാൻ നിയമിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരമ്പര്യ രീതികളിൽ നിന്നുള്ള ചിട്ട വിടാണ്ട് നമ്മൾക്ക് എങ്ങനെ കുട്ടികളെ ഈ വിദ്യ സ്വായത്തമാക്കാം എന്നുള്ളതാണ്. ഒരിക്കലും എത്ര പുതിയ കലകൾ നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്താലും ഒരിക്കലും അത് നമ്മുടെ പാരമ്പര്യ രീതിയിൽ നിന്നുള്ള ചട്ടക്കൂടിൽ നിന്ന് വിട്ടുപോകരുത് എന്നൊരു നിർബന്ധം എനിക്കുണ്ട്. സോ ദ ഫൗണ്ടേഷൻ ഹാസ് ടു ബി വെരി സ്ട്രോങ്. പെർഫോമറിനേക്കാളും ഞാൻ എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്നത് ഒരു ടീച്ചർ എന്നുള്ള പദവി തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ബിക്കോസ് എനിക്ക് എൻ്റെ കുട്ടികളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ എൻ്റെ ശിഷ്യരുടെ അടുത്തു നിന്ന് കിട്ടുന്ന ആ സ്നേഹം എന്ന് പറയുന്നത് അത് എത്ര കൊടുത്താലും അത് വളരെയധികം വിലപ്പെട്ടതുമാണ്. അത് ഒരിക്കലും വിലമതിക്കാനാവാത്ത ഒരു ഗിഫ്റ്റാണ് എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ആർട്ടിസ്റ്റ് ഒരു പെർഫോമർ എന്ന നിലയിൽ കിട്ടുന്നതിനേക്കാളും സാറ്റിസ്ഫാക്ഷൻ എനിക്കിപ്പോൾ തോന്നുന്നത് ഒരു പ്രത്യേക ഒരു പരിധി കഴിഞ്ഞാൽ അതിനേക്കാളും ഒരു ആഫ്റ്റർ സർട്ടൻ ഏജ് നമ്മളൊരിക്കലും എനിക്ക് തോന്നുന്നത് ഒരു ടീച്ചർ എന്നുള്ള നിലയിലുള്ളത് സുഖമാണ്. എനിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് ടീച്ചർ എന്നുള്ള പദവി തന്നെയാണ്. ഇവിടെ വന്ന ശേഷം പല ഓർഗനൈസേഷൻസും ചെയ്തുവെങ്കിലും എനിക്കൊരു പരിപൂർണ്ണ തൃപ്തി തരുന്നതോ ഞാൻ അക്കംപ്ലിഷ് വിജയിച്ചു എന്ന് ഞാൻ കരുതുന്നത് എൻ്റെ അധ്യാപക ജീവിതം തന്നെയാണ്.
കാരണം ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരു പെർഫോമർ ആയിരിക്കണമെങ്കിൽ നമ്മൾ ഫുൾ ടൈം ആർട്ടിസ്റ്റ് തന്നെ, ഹാർഡ് കോർ ആർട്ടിസ്റ്റ് ആയിരിക്കണം. ഒരിക്കലും എനിക്ക് എൻ്റെ അധ്യാപക ജീവിതത്തിൽ ഇത്രയധികം പ്രാധാന്യം കൊടുക്കാൻ പറ്റിയായിരുന്നില്ല. ഞാനൊരു ആർട്ടിസ്റ്റ്, ഫുൾ ടൈം ആർട്ടിസ്റ്റ്, പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എനിക്ക് അതിൽ 100% ഞാൻ അവിടെ അംഗീകാരം പുലർത്തുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഡെഡിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും എനിക്ക് എൻ്റെ വരും തലമുറയെ വാർത്തെടുക്കാനുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും എനിക്ക് ഒരു സംശയം കൂടാണ്ട് പറയാം, ഐ അക്കംപ്ലിഷ്ഡ് മോർ ആസ് എ ടീച്ചർ ദാൻ എ ഡാൻസർ. എൻ്റെ ഈ നൃത്ത സംഗീത സപര്യ ഞാൻ തിരഞ്ഞെടുത്തതിലും ഇന്ന് ഞാൻ എത്തി നിൽക്കുന്ന ഈ ഒരു രീതിയിലും എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. ബിക്കോസ് ഞാൻ ചെയ്യുന്ന ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഭാരതീയ പൈതൃകവുമായി വളരെ വിട്ടു നിൽക്കുന്ന നമ്മുടെ യങ് ജനറേഷൻസ്, അവർ കന്നഡയിൽ ജനിച്ചു വളർന്ന കുട്ടികളാണ്. അവർക്ക് പാരമ്പര്യമായിട്ട് അവർക്ക് ഡാൻസിനെ പറ്റിയോ അല്ലെങ്കിൽ ഡാൻസ് എന്താണോ അല്ലെങ്കിൽ നൃത്തം എന്താണ്, സംഗീതം എന്താണെന്നും അവർക്കറിയില്ല. ദേ ആർ ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. അങ്ങനെയുള്ള കുട്ടികളെ അത് പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ രീതികൾ കൂടെ കൊണ്ടുപോയി ഭാവി തലമുറയിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ എനിക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊട്ടും എനിക്ക് എൻ്റെ ഈ തിരഞ്ഞെടുത്ത പ്രൊഫഷൻ ഞാൻ 100% സാറ്റിസ്ഫാക്ഷനോട് കൂടിയും വിശ്വാസത്തോടു കൂടിയിട്ടും ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ അത്രയും എൻ്റെ ഐ ടെല്ലിങ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്, ഇതെൻ്റെ 100% എൻ്റെ സമർപ്പണം തന്നെയാണ് കലയ്ക്ക് വേണ്ടിയിട്ടുള്ള, കുട്ടികളോടുള്ള സമർപ്പണം, കലയോടുള്ള സമർപ്പണം, ഭാവി തലമുറയെ വാർത്തെടുക്കാനുള്ള എൻ്റെ ഒരു ചെറിയൊരു ശ്രമം. ഒരിക്കലും വേറൊരു പ്രൊഫഷനിലേക്ക് പോയിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം അധികം വിജയിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാം. കാരണം ദിസ് ഈസ് മൈ വേ, ഇതാണ് എൻ്റെ വഴി, ദൈവം തന്നിരിക്കുന്ന എൻ്റെ വഴി എന്ന് പറഞ്ഞാൽ നൃത്തവും സംഗീതവും തന്നെയാണ്. അതിലൊട്ടും ഞാൻ ഒരു തരത്തിലുള്ള ഒരു തരി പോലുള്ളൊരു നിരാശ എനിക്കതിലില്ല. ഐ ആം 100% സാറ്റിസ്ഫൈഡ്. പലപ്പോഴും നമ്മുടെ ജീവിത സംഘർഷങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാണ്ട് വരുന്നൊരു സ്ഥിതിവിശേഷം കണ്ടുവന്നിട്ടുണ്ട് മുൻകാലങ്ങളിൽ. പക്ഷേ ഇന്ന് വരുന്ന ജനറേഷൻ തലമുറ, ഇവൺ പാരൻസ് ആണെങ്കിൽ കൂടി വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് കുട്ടികളെ, എൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ അത് പഠിച്ചിരിക്കണം, നമ്മുടെ കല നമ്മൾക്ക് പിന്തുടരണം എന്നുള്ള വാശിയോടുകൂടി വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് കുട്ടികളെ ക്ലാസ്സിന് അയക്കുന്നതും. വളരെ സീരിയസ് ആയിട്ടുള്ള സമീപനമാണ് ഇന്നത്തെ തലമുറയിലെ ആൾക്കാർ കണ്ടുവരുന്നത്. മീൻസ് ന്യൂ ജനറേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് മിക്ക ആൾക്കാരും, മിക്ക പാരൻസും അത് വളരെ വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടിയിട്ട് അവർക്ക് മറുത്തൊന്നും ചിന്തിക്കേണ്ടി വരുന്നില്ല. അവർ കുട്ടികളെ വളരെ ഓഥൻറ്റിക്കലി അവരെ പഠിപ്പിക്കാൻ അവർ റെഡിയാണ്. പിന്നെ വളർന്നു വരുന്ന തലമുറയോടുകൂടി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾ അച്ചീവ് ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ ഹമ്പിളായിരിക്കണം. ഹ്യൂമിലിറ്റി ഈസ് ദ തിങ് എവ്രി വൺ നോസ്, എവ്രി വൺ ഷുഡ് നോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു അച്ചീവ്മെൻറ്റ് കിട്ടുമ്പോഴേക്കും ഞാൻ എന്നുള്ളൊരു ഭാവം ഏതൊരു കുട്ടിക്കോ അല്ലെങ്കിൽ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ അതോട് കൂടിയിട്ട് സംഗീതമോ അല്ലെങ്കിൽ നൃത്തം അവിടെ നിലയ്ക്കും. അതൊരിക്കലും ഒരു കടൽ പോലെ മുന്നോട്ടേക്ക് പോവില്ല. സോ നമ്മൾക്ക് എത്രത്തോളം നമ്മൾ അച്ചീവ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ താഴ്ന്ന് ആണ് ഈ കലയും സംഗീതത്തെയും കാണേണ്ടത്. അതുകൊണ്ട് പറയുന്ന വെച്ചാൽ ഹ്യൂമിലിറ്റി ഈസ് ദ ഫസ്റ്റ് തിങ്. സ്റ്റുഡൻസ് എല്ലാവരും, എല്ലാ അഭ്യസിക്കുന്ന കുട്ടികളും താഴ്മ അല്ലെങ്കിൽ എളിമ എന്നുള്ള കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ അർപ്പണബോധം, ഡിറ്റർമിനേഷൻ, അത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. ഒരാൾക്കും ഒരു പൈസ കൊടുത്താൽ അല്ലെങ്കിൽ $1 മില്യൺ കൊടുത്താൽ കിട്ടുന്ന ഒരു കാര്യമല്ല കല. അത് ഉണ്ടെങ്കിൽ അത് വരാനും സാധ്യമല്ല. ദൈവം തന്ന കഴിവിനെ പോളിഷ് ചെയ്യുക എന്നുള്ളൊരു പണി മാത്രമാണ് ഗുരുവിൻ്റെ. അതിൽ പിന്നെ പകുതി ഭാഗം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ശിഷ്യൻ അല്ലെങ്കിൽ സ്റ്റുഡൻസ് തന്നെയാണ്. അവരുടെ പ്രാക്ടീസ്, സാധകം അതൊന്നും മുടക്കരുത്. പിന്നെ വരാൻ ആഗ്രഹിക്കുന്ന, ഈ പ്രൊഫഷനിൽ വരാൻ ആഗ്രഹിക്കുന്ന യങ്സ്റ്റേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. യു ഹാവ് ടു ബി ഹോണസ്റ്റ്, വെരി ഓണസ്റ്റ്, ആൻഡ് എന്താ പറയുക, വെരി ഹംബിൾ. യു ഹാവ് ടു ബി വെരി ഹംബിൾ. നമ്മൾ എത്രത്തോളം അച്ചീവ് ചെയ്യണോ അതിനനുസരിച്ച് നമ്മൾ താഴോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കണം. അല്ല, താഴോട്ടേക്ക് പോകണം മീൻസ് നമ്മളുടെ എളിമ നമ്മളെ മുന്നിലേക്ക് നയിക്കും. അതല്ല ദ ഈഗോ വെൻ ഇറ്റ് കംസ്, അതോട് കൂടിയിട്ട് നമ്മൾ താഴത്തേക്കാണ് പോവുക. അതായത് നമ്മളെപ്പോഴും സംഗീതത്തിനെ അല്ലെങ്കിൽ നൃത്തത്തിനെ എപ്പോഴും
അതിൻ്റെ രീതിയിൽ എളിമയോടെ കണ്ടാൽ മാത്രമേ ഈ ഒരു കലാജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. എൻ്റെ റോൾ മോഡൽ എന്ന് പറയാവുന്നത്, ഇപ്പോൾ എനിക്ക് പറയാവുന്നത്, ഞാൻ ഒരുപാട് കാലം അന്വേഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു എൻ്റെ ഒരു ഗുരുക്കന്മാരില്ല എന്നല്ല, ഒരു മാനസ ഗുരു എന്ന രീതിയിൽ ഞാനിപ്പോൾ കാണിക്കുന്ന റോൾ മോഡൽ എന്ന് പറയുന്നത് എൻ്റെ എൻ്റെ അധ്യാപകന ഗുരുവായ ശ്രീവത്സൻ ജയമേനോൻ. അദ്ദേഹം വലിയ സംഗീതജ്ഞനാണ് കേരളത്തിലെ. എൻ്റെ റോൾ മോഡൽ അദ്ദേഹമാണ്. അദ്ദേഹത്തിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, വലിയൊരു ആൽമരത്തിൻ്റെ ചോട്ടിൽ ഒരു വലിയ വടവൃക്ഷം പന്തലിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ട് ദക്ഷിണ വാങ്ങുന്ന അല്ലെങ്കിൽ ഭിക്ഷ വാങ്ങുന്ന ഒരു വിദ്യാർത്ഥിമാരെയാണ് എനിക്ക് അനുഭവപ്പെടാറ്. അദ്ദേഹം പറഞ്ഞു തരുന്ന ക്ലാസ്സിനേക്കാൾ ഉപരി അദ്ദേഹം പറഞ്ഞു തരുന്ന തത്വങ്ങളും മോറൽസ്, ഇതൊക്കെ ഒരു സംഗീത ക്ലാസ്സിൽ കൂടെ എങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ടീച്ചറായിട്ട് മാറാം എന്നുള്ളതും കൂടിയും അദ്ദേഹം എനിക്ക് പറഞ്ഞു തരാറുണ്ട് ക്ലാസ്സുകളിൽ. സോ ഡെഫിനറ്റ്ലി ഐ കൺസിഡർ ഹിം ആസ് മൈ മാനസ ഗുരു. കേരളീയത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. കഴിഞ്ഞ കുറേ എപ്പിസോഡുകളായി ഞങ്ങൾക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക താഴെ പറയുന്ന മേൽവിലാസത്തിലേക്ക്. അപ്പം നമ്മൾ വീണ്ടും പുതിയ കാഴ്ചകളുമായി കാണുന്നു. കേരളീയത്തിൻ്റെ പുതിയ എപ്പിസോഡിൽ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. Till then, it's Mika signing off.